ശ്രീ വേണു രാജാമണി, സർ, ഈ വളരെ വലിയ അനിശ്ചിതത്വങ്ങൾ ഈ വെടിനിർത്തൽ പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ അതിനോടൊപ്പം തന്നെ ഈ അനിശ്ചിതത്വവും നിലനിന്നിരുന്നു. ഖത്തർ ഇടപെട്ട് ഖത്തറിൻ്റെ മധ്യസ്ഥതയിലാണ് ഈ വെടിനിർത്തൽ എന്നതിലേക്ക് എത്തിച്ചത് എന്നെല്ലാം പറയുകയും ഡൊണാൾഡ് ട്രംപ് ആ പ്രഖ്യാപനം നടത്തുകയും ഒക്കെ ചെയ്യുമ്പോഴും ഇറാൻ പൂർണ്ണമായി അതിനോട് യോജിച്ചിരുന്നില്ല. ഇസ്രയേൽ അതിന് അനുഗുണമായ രീതിയിൽ നടപടികൾ സ്വീകരിച്ചിരുന്നില്ല. പിന്നീടാണ് ഇതൊരു വെടിനിർത്തലിലേക്ക് എത്തുന്നുവെന്നും സംഘർഷം താൽക്കാലികമായി അവസാനിച്ചിരിക്കുന്നു എന്നുമൊക്കെയുള്ള ഒരു ആശ്വാസ വാർത്ത വന്നത്. അതിനുശേഷവും ഇറാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണമുണ്ടായി. അതുകൊണ്ട് ഇനി ഞങ്ങൾ വെറുതെ ഇരിക്കില്ല എന്ന നിലപാട് ഇസ്രയേൽ ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുകയാണ്. നെതന്യാഹുവിന്റെ ഓഫീസ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ തന്നെ പറഞ്ഞിരുന്നത്, അതിന്റെ അവസാനം പറഞ്ഞിരുന്നത് തന്നെ, ഇറാൻ ഏതെങ്കിലും തരത്തിൽ വെടിനിർത്തൽ ലംഘിക്കുകയാണെങ്കിൽ പിന്നെ ഞങ്ങൾ ഒന്നും നോക്കില്ല, അതിശക്തമായ പ്രത്യാക്രമണം ഉണ്ടാകുമെന്നതാണ്. ആ നിലയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ മാറുകയാണോ ശ്രീ വേണു രാജാമണി? നമുക്ക് ശുഭാപ്തി വിശ്വാസത്തോടുകൂടി തന്നെ ഇന്നത്തെ സംഭവവികാസങ്ങളെ കാണാം. ഒരു സമാധാനത്തിലേക്ക് നീങ്ങേണ്ട പ്രക്രിയ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇസ്രയേലും ഇറാനും രണ്ടും ഒരു സീസ് ഫയറിന് തയ്യാറാണ് എന്ന് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഈ അവസാന ഘട്ടത്തിൽ അന്യോന്യം മിസൈൽസ് ആക്രമണമൊക്കെ ചിലത് തുടർന്നെന്ന് വരും. ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തു നോക്കിയാൽ അതിൽ തന്നെ അദ്ദേഹം പറഞ്ഞത് അവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മിഷൻസ് പൂർത്തിയായ ശേഷം ഈ സീസ് ഫയർ നടപ്പിലാകും എന്നുള്ളതാണ്. എന്തുകൊണ്ടെന്നാലും ട്രംപ് ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതിന് ഒരു അടിസ്ഥാനം ഉണ്ടാവും. ആ അടിസ്ഥാനം ഇപ്പോൾ ഗോപികൃഷ്ണൻ പറഞ്ഞതുപോലെ ഖത്തറിന്റെ മധ്യസ്ഥതയിൽ വന്നിരിക്കുന്ന ഒരു ഒത്തുതീർപ്പാണ്. അപ്പോൾ താൽക്കാലികമായിട്ടെങ്കിലും ഈ ഒത്തുതീർപ്പ് പ്രാബല്യത്തിൽ വരും, സമാധാനം പുനഃസ്ഥാപിക്കപ്പെടും, നോർമൽസി ഇരു രാജ്യങ്ങളിലേക്കും വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വേണ്ടി വന്നാൽ 1-2 ദിവസം കൂടി നോക്കി നിൽക്കേണ്ടി വരും. നീണ്ട കാലത്തിൽ ലോങ് ടേമിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ഇപ്പോഴും കണ്ടിരിക്കേണ്ടതുണ്ട്. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഇസ്രായേലും ഇറാനും രണ്ടും വെടിനിർത്താൻ തയ്യാറാണ് എന്നുള്ളത് ഏകദേശം വ്യക്തമാണ്. ശ്രീ വേണു രാജാമണി, ഇവിടെ നമ്മുടെ മുന്നിലുള്ള ചോദ്യം എന്ത് തരം ഒത്തുതീർപ്പിന്റെ പുറത്താണ് ഈ വെടിനിർത്തൽ സംഭവിക്കാൻ പോകുന്നത് എന്നാണല്ലോ. ഇപ്പോൾ ഇസ്രായേൽ അവകാശപ്പെടുന്നത് ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു, ആ ലക്ഷ്യം പൂർത്തീകരിച്ചു എന്നതാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എല്ലാ തവണയും പറഞ്ഞിരുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇറാന്റെ ആണവമോഹം ഇല്ലാതാക്കുക. 2, അവിടെ ഒരു ഭരണമാറ്റം, ഒരു റെജീം ചേഞ്ച് കൊണ്ടുവരിക എന്നതാണ്. ഇതിൽ ഏത് ലക്ഷ്യം പൂർത്തീകരിച്ചു എന്നാണ് ഇസ്രായേലിന് ഇപ്പോൾ ഈ സംഘർഷം തുടങ്ങി 13 ദിവസങ്ങൾ പിന്നിടുമ്പോൾ അവകാശപ്പെടാൻ കഴിയുക? ഇറാൻ പറയുന്ന ഒരു ഒത്തുതീർപ്പിനും ഞങ്ങൾ നിന്നുകൊടുത്തിട്ടില്ല എന്ന്. ഇപ്പോൾ ഇതിലെവിടെയാണ് വാസ്തവം കിടക്കുന്നത്? അമേരിക്കയുടെയും ഇറാന്റെയും സംയുക്തമായ ആ ഒരു ആക്രമണം കാരണം ഇന്നത്തെ നിലയിലുള്ള ഇറാന്റെ ആണവ ഫെസിലിറ്റീസ് ഒരുവിധം എല്ലാം തന്നെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇറാൻ അവകാശപ്പെടുന്നത് അവരുടെ നോളജിനെ ഇല്ലാതാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അത് സത്യമാണ്. എന്നാൽ ഇന്നത്തെ നിലയിൽ ആ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് എല്ലാം ഇല്ലാതാക്കിയത് കൊണ്ട് ഒരു പരിധി വരെ അമേരിക്കയ്ക്കും ഇസ്രയേലിനും രണ്ടുപേർക്കും അവകാശപ്പെടാം ഞങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തി എന്നുള്ളത്. അമേരിക്കയെ തിരിച്ചടിച്ച് അമേരിക്കൻ ബേസസിന് നേരെ മിസൈൽ ആക്രമണം നടത്തി ഇസ്രായേലിനെതിരെ മിസൈൽ ആക്രമണം നടത്തിയ ശേഷമാണ് ഇങ്ങനെ ഒരു സീസ് ഫയറിന് ഇറാൻ എഗ്രി ചെയ്യുന്നത്. ഇറാൻ സത്യം പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വ്യക്തമാണ്, ഒരു വീക്ക് പൊസിഷനിലാണ്. ഇറാന്റെ നേതൃത്വത്തിലെ പലരെയും ഇസ്രായേൽ വധിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവരുടെ പട്ടാളത്തിന്റെ നേതൃത്വത്തിലുള്ള പലരെയും വധിച്ചിരിക്കുന്നു. അവരുടെ ന്യൂക്ലിയർ സയന്റിസ്റ്റിനെ വധിച്ചിരിക്കുന്നു. ഈ ശക്തിയെല്ലാം വീണ്ടും ഇറാൻ ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് സമയം പിടിക്കും. ഇന്ന് അമേരിക്ക കൂടി ഈ യുദ്ധത്തിൽ ഇടപെട്ടതോടുകൂടി അമേരിക്കക്കെതിരെ പ്രതികരിച്ചാൽ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് അമേരിക്ക ഇറാനെ ആക്രമിക്കും. അതിൽ നിന്നും ഇറാന് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാവും. അവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് ഒരുപാട് കഷ്ടത അനുഭവിക്കേണ്ടി വരും എന്ന് അറിഞ്ഞുകൊണ്ട് ഒരു വളരെ പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള ഒരു പൊസിഷൻ എടുത്തുകൊണ്ട് ഇറാൻ താൽക്കാലികമായി ഈ യുദ്ധം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് ഒരു സ്ട്രാറ്റജിക് റിട്രീറ്റ് ആണ് ഇറാന്റെ ഭാഗത്ത്. അതേസമയം അവരുടെ ജനങ്ങളോട് അവർക്ക് പറയാൻ സാധിക്കും, നമ്മളെ അടിച്ചവരെ നമ്മൾ തിരിച്ചടിച്ചു, ഇസ്രായേലിനെതിരെ നമ്മൾ പ്രത്യാക്രമണം നടത്തി, അമേരിക്കക്കെതിരെ പ്രത്യാക്രമണം നടത്തി എന്നുള്ളത്. എന്നാൽ ഇത് കൂടുതൽ
കഷ്ടതയിലേക്ക് അവരുടെ ജനങ്ങളെ നയിക്കുന്ന ഒരു പാതയിലേക്ക് ഇറാൻ നീങ്ങിയിട്ടില്ല. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം റെജീം ചേഞ്ച് നടന്നിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. റെജീം ചേഞ്ച് എളുപ്പമല്ല. അഥവാ കൊമേനിയെ ഇല്ലാതാക്കിയാലും വീണ്ടും അടുത്ത ഒരു നിര റിലീജിയസ് ലീഡർഷിപ്പ് അവിടെ മുന്നോട്ട് വരും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. ഒരു ഓൾട്ടർനേറ്റ് ലീഡർഷിപ്പ് ആ രാജ്യത്തിലില്ല. അതുകൊണ്ട് ആ റെജീം ചേഞ്ച് എന്ന ഗോൾ ഇസ്രയേലും അമേരിക്കയും വേണ്ടി വന്നാൽ ഒരു ലോങ് ടേം ഗോളായിട്ട് വെക്കും. പക്ഷെ ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ടും അത് പെർസ്യൂ ചെയ്യുന്ന ഒരു ലക്ഷണവും നമ്മൾ കാണുന്നില്ല. ഇതെല്ലാം ഒരുമിച്ച് എടുത്തു വെച്ചാൽ ഇരു രാജ്യങ്ങളും വിജയം പ്രഖ്യാപിച്ച് താൽക്കാലികമായി സമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ട ശ്രമങ്ങൾ നടത്തും എന്ന് തന്നെ ഊഹിക്കാം. എന്നാൽ ലോങ് ടേമിൽ ഇസ്രയേലിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റിനെ മുഴുവൻ ഉടച്ചു വാർത്ത് അവർക്ക് എതിരെ ഒരു രാജ്യത്തെയും ഉയരാൻ അനുവദിക്കാതെ ഒരു സാഹചര്യത്തിൽ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ്. അവർക്ക് അനുകൂലമായ ഒരു സാഹചര്യം പെർമനന്റ് ആയിട്ട് സൃഷ്ടിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. അത് അവർ വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന് ആ മേഖലയിൽ ഇസ്രയേലിനെതിരെ ഉപയോഗിക്കാനായി ഒരുപാട് ശക്തികളുണ്ട്. അവയെല്ലാം ഇന്ന് ദുർബലമാണ്. എങ്കിലും ഹിസ്ബുള്ള ഇന്നും അവശേഷിക്കുന്നു, ഹൂത്തീസ് യമനിൽ അവശേഷിക്കുന്നു, ഹമാസ് ഇന്നും അവശേഷിക്കുന്നു. അവിടെയെല്ലാം അവരെയും ഏത് രീതിയിൽ ശക്തിപ്പെടുത്തുകയും നീണ്ടകാല അടിസ്ഥാനത്തിൽ ഇസ്രയേലിനെതിരെ പലസ്തീനിയൻ ജനതയ്ക്ക് വേണ്ടി, പലസ്തീനിയൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്നെല്ലാം ഇറാനും ചിന്തിക്കുന്നുണ്ടാവും. എന്തുകൊണ്ടായാലും താൽക്കാലികമായി സമാധാനം തന്നെയാണ് സമാധാനത്തിന്റെ എല്ലാ ലക്ഷണങ്ങളുമാണ് നമ്മൾ കാണുന്നത്.